അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്നാ? ഇന്ന് ഒരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചെന്നാൽ ഇന്ന് രാവിലെ ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു. അപ്പോൾ കടലക്കറി എന്ന് പറഞ്ഞാൽ വെള്ളക്കടലയുണ്ട്, അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് കടലക്കറീനെ ഒന്ന് നമ്മൾ ഉച്ചക്കത്തെ കറിയാക്കി റെഡിയാക്കി എടുത്തിട്ട് അതാണ് ഒരു കറി. പിന്നെ ഒരു കറി 2 ദിവസം മുമ്പ് ഞാൻ ഈ കടലക്കുഞ്ഞ് വാങ്ങിച്ച് പുളിയിട്ട് വറ്റിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി അങ്ങനെ ഫ്രിഡ്ജിലിരിക്കണമായിരുന്നു കേട്ടോ. ഇപ്പോൾ പൊടിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറാണ്. പക്ഷേ ഞാനിന്ന് മീനും ഇറച്ചിയൊക്കെ ഒഴിവാക്കിയേക്കണേ കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ. അപ്പോൾ ഇന്ന് മീനും ഇറച്ചിയും കഴിക്കില്ല, മുട്ട കഴിക്കും. അപ്പോൾ ഒരു കഷ്ണം മീനൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയാക്കി എടുത്തു. ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇത് സാലിച്ചേട്ടന് മാത്രമാണ്. പിന്നെ മുട്ട തിളപ്പിച്ചിട്ടാ, താറാവ് മുട്ട തിളപ്പിച്ച് 2 മുട്ട തിളപ്പിച്ചെടുത്തു. അത് ഇപ്പം ഞാൻ മുട്ടയാണ് കേട്ടോ കൂട്ടുന്നത്. 2 താറാമുട്ട ധൃതിക്ക് ചെയ്യണ പരിപാടി ഇതൊക്കെയാണ്. താറാമുട്ട തിളപ്പിച്ചെടുത്തു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഇപ്പോഴേ നമുക്ക് ഇന്ന് സ്പെഷ്യൽ എന്താണെന്നാ? പച്ചക്കറിയൊന്നും വെക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് രാവിലെ ഉപ്പുമാവും വെള്ളക്കടലക്കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് കടലക്കറീനെ ഒന്ന് റെഡിയാക്കി എടുക്കണേ കേട്ടോ ഞാൻ ചോറിന് വേണ്ടി. നമ്മുടെ ഒരു പച്ചക്കറി ഇതാണ് കേട്ടോ. വെള്ളക്കടല ഒന്ന് ഉലത്തി റെഡിയാക്കി എടുത്തു. ബാക്കിയുള്ള കടല ഞാൻ കറിയാക്കി എടുത്തു ഉച്ചക്കത്തേക്ക്. ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ എന്താണെന്നാ? 2 താറാമുട്ട ഞാൻ തിളപ്പിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. എളുപ്പത്തിന് കറി വെക്കണ സംഭവമാണ് കേട്ടോ ഇത്. കറിയില്ലാത്തപ്പോഴുള്ള നമ്മുടെ പരിപാടിയാണ് താറാമുട്ട തിളപ്പിക്കൽ. ഇതൊരാഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ തിളപ്പിക്കോട്ടെ ഇങ്ങനെ താറാമുട്ട. ഇത് വലിയ ഇഷ്ടമാണ് താറാമുട്ട തിളപ്പിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയാണ്, ഒരൽപ്പം മീറ്റ് മസാല, ഇവിടെ പൊടിച്ച മസാലപ്പൊടിയാണ്, അല്പം മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കാം. ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ല ചുമന്ന കാമ്പിൻ്റെ അടിപൊളി മുട്ടയാണ്. തിളക്കട്ടെ. നമുക്ക് നോക്കാം കേട്ടോ. തിളച്ചിട്ട് ഒരു 5 മിനിറ്റായി. പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടാൽ മതി. 2 സൈഡും റെഡിയാകാൻ വേണ്ടി.
ഇങ്ങനെ താറാമുട്ടയൊക്കെ മേടിച്ച് വെച്ചാലുണ്ടല്ലോ, കറിയൊന്നും ഇല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ട് ഇതുപോലെ പൊട്ടിച്ചങ്ങോട്ട് തിളപ്പിച്ചെടുത്താണ്ടല്ലോ, വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. കറി വെക്കാനൊക്കെ മടിയൊക്കെ ഉള്ളപ്പോൾ ചെയ്യണ പരിപാടി ഇതാണ്ട. കറിക്കൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതാണ് പരിപാടി. ഇത് ഒരു 2 കഷ്ണം അച്ചാറും ഉണ്ടെങ്കിൽ ഉശാലി. അപ്പോൾ ഇതിലിപ്പോൾ ഇത്തിരി തക്കാളി കട്ട് ചെയ്ത് ഇടണത് നല്ലതാണ്. എനിക്ക് തക്കാളിയുടെ ഉപയോഗമൊക്കെ വളരെ കുറവാണ്. അത്യാവശ്യമായിട്ടെങ്കിൽ മാത്രമേ തക്കാളി ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് തക്കാളി ഇടാത്തത്. ഇത്തിരി തക്കാളി കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പുളിയും ഒക്കെ കിട്ടും. ഒന്നും കൂടി റെഡി ആവാനുണ്ട്, റെഡി ആവട്ടെ. നമുക്ക് നോക്കാട്ടോ മുട്ട. ഒരു പൊടിക്ക് ചാറേ ഉള്ളൂ. ഇത് വേണം, ഇത് നമ്മൾക്ക് മുട്ടയൊന്ന് മുക്കി തിന്നണ്ടേ. അല്പം ഗ്രേവിയുണ്ട്, ഇത്ര വേണം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ട തിളപ്പിച്ചത് റെഡിയായി. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ, കഴിഞ്ഞ ദിവസം കടലക്കുഞ്ഞ് പുളിയിട്ട് പറ്റിച്ചത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുക്കണേ കേട്ടോ. ഒരു 4-5 കഷ്ണമുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം ആയതുകൊണ്ട് പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ടാവും. നല്ല പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ, കടലക്കുഞ്ഞ് പുളിയിട്ട് പറ്റിച്ചത്. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഒരു താറാമുട്ടേനെ എടുക്കാം. ഇത് കടമ്മക്കൊടി താറാമുട്ട. കടമ്മക്കൊടി മുട്ട എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കും. നല്ല ചുമന്ന കാമ്പിൻ്റെ കടമ്മക്കൊടി മുട്ടയാണ്. ചാറൊന്നും എടുത്തിട്ട് അധികം വെച്ചിട്ടില്ല കേട്ടോ. ഒരു അല്പം ഈ നമുക്ക് മുട്ട ഒന്ന് മുക്കി തിന്നണമല്ലോ, അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ കടല എടുക്കാം. ഈ കടലക്കറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വെള്ളക്കടല. അതാണ് ഞാൻ ഇടയ്ക്ക് വെള്ളക്കടല വാങ്ങിക്കും. രണ്ടും മേടിക്കോട്ടെ. ഇന്നിപ്പോൾ വെള്ളക്കടല എടുത്തത്. അപ്പോൾ ഇതാണ് സ്പെഷ്യലി. കഴിക്കാം. അപ്പോൾ മുട്ട നീ കണ്ട, ഈ ചുമന്ന കാമ്പാണ്. എന്ത് ടേസ്റ്റാണെന്നോ. പിന്നെ കടലയാണ്. കടല വറ്റിച്ചെടുത്തപ്പോൾ എന്ത് ടേസ്റ്റ് എന്നറിയാമോ? നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. താറാമുട്ട തിളപ്പിച്ചത്. ഇത് പഴയകാല ഒരു കറിയാണ് കേട്ടോ. ഇത് ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ താറാമുട്ട തിളപ്പിക്കട്ടെ. നല്ല നമുക്ക് ഗുണവുമാണ്, പിന്നെ ഒരു കറിയുമായി. അങ്ങനെ ഇങ്ങനെ വെക്കണമെന്ന് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ താറാമുട്ട ഇങ്ങനെ തിളപ്പിക്കണമാണ് ഇഷ്ടം, പുഴുങ്ങിയിട്ട് വെക്കണേ നല്ലത്. അപ്പോൾ താറാമുട്ട തിളപ്പിച്ചത്, നമ്മുടെ കടലക്കുഞ്ഞ് പുളിയിട്ട് പറ്റിച്ചത്, കടല ഉലത്തിയത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയും ഈ കറികളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.